ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ ഡ്രോയിങ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ഗിയർ ബോക്സിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഗിയറുകളുടെ മെഷിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോയിലൂടെ എങ്ങനെയാണ് ന്യൂട്രൽ ഗിയർ, എങ്ങനെയാണ് ഫസ്റ്റ് ഗിയർ, എങ്ങനെയാണ് സെക്കൻഡ് ഗിയർ, എങ്ങനെയാണ് തേർഡ് ഗിയർ, എങ്ങനെയാണ് റിവേഴ്സ് ഗിയർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് ടോർക്കിൻ്റെയും സ്പീഡിൻ്റെയും ട്രാൻസ്മിഷനിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആനിമേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആനിമേഷൻ വീഡിയോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഗിയേഴ്സുകളുടെ ആ ഒരു ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആനിമേഷൻ വീഡിയോയിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ന്യൂട്രൽ ഗിയറാണ്. അതായത് ഒരു വാഹനം സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനത്തിൻ്റെ ന്യൂട്രൽ ഗിയർ പൊസിഷൻ എന്ന് പറയുന്നത് ഗിയർ ബോക്സിനകത്ത് ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഇവിടെ നമുക്ക് ഏതൊക്കെ ഗിയറുകൾ കാണാൻ സാധിക്കും? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ആ ഒരു ഡ്രോയിങ്ങിലുള്ള ഗിയറുകളുടെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ആനിമേഷൻ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത്. അതായത് ഗിയർ എ, ഗിയർ ബി, ഗിയർ സി, ഗിയർ ഡി, ഗിയർ ഇ, ഗിയർ എഫ്, ഗിയർ ജി, ഗിയർ എച്ച്. എച്ച് എന്ന് പറയുന്നത് ഐഡ്ലർ ഗിയറാണ് റിവേഴ്സ് പൊസിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ക്ലച്ചിൽ നിന്നും വരുന്ന ഷാഫ്റ്റ് നമ്മൾ ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നു. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ക്ലച്ച് ഷാഫ്റ്റാണ്. ക്ലച്ച് ഷാഫ്റ്റിൽ വരുന്ന ഗിയറിനെ നമ്മൾ ക്ലച്ച് ഗിയർ എന്ന് പറയുന്നു. അതിന് തൊട്ട് താഴെ വലിയൊരു ഗിയർ കാണാം. ഈ ഗിയർ ഏത് ഷാഫ്റ്റിലേക്കാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? കൗണ്ടർ ഷാഫ്റ്റിലേക്കാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയറും അതായത് ക്ലച്ച് ഗിയറും ലേ ഷാഫ്റ്റിലെ ഗിയറും തമ്മിൽ മെഷ്ഡ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയർ തിരിയുമ്പോൾ ലേ ഷാഫ്റ്റിലെ ഗിയറും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലേ ഷാഫ്റ്റിലുള്ള ഗിയറുകൾ ലേ ഷാഫ്റ്റിൽ ഫിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഗിയർ തിരിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഗിയർ അതിൻ്റെ കൂടെ തിരിയും. സ്വാഭാവികമായിട്ടും ഈ ഒരു ഷാഫ്റ്റും തിരിയും. ഈ ഒരു ഷാഫ്റ്റിൽ ഫിക്സഡ് ആയിട്ടുള്ള എല്ലാ ഗിയറുകളും തിരിയും. ആ ഒരു കറക്കം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആനിമേഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ രണ്ട് ഗിയറുകളും ഇവിടെ കറങ്ങുന്നില്ല, ഈ ഷാഫ്റ്റും ഇവിടെ കറങ്ങുന്നില്ല, എന്നാൽ ഈ ഗിയറുകളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ക്ലച്ച് കഴിഞ്ഞ് ഈ ക്ലച്ച് ഷാഫ്റ്റിന് നേരിട്ട് ഈ മെയിൻ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ചിലൂടെ വരുന്ന ആ ഒരു ഡ്രൈവ് നേരെ മെയിൻ ഷാഫ്റ്റ് വഴി പ്രൊപ്പലർ ഷാഫ്റ്റിലേക്ക് അങ്ങോട്ട് എത്തും. പക്ഷെ നമ്മൾ അതിന് പകരമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിലും അതുപോലെ ടോർക്കിലും വേരിയേഷൻസ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മെഷ്ഡായി കിടക്കുന്ന രണ്ട് ഗിയറുകൾ എന്ന് പറയുന്നത് ഈ എ ഗിയറും അതുപോലെ തന്നെ ബി ഗിയറുമാണ്. ബാക്കിയുള്ള ഗിയറുകളൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്യിച്ചിട്ടാണ് മെഷ് ചെയ്യിക്കുന്നത്. അതായത് മെയിൻ ഷാഫ്റ്റിലെ ഗിയറുകളാണ് നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടുമായിട്ട് സ്ലൈഡ് ചെയ്യിക്കുന്നത്. ഈ എഫ് എന്ന് പറയുന്ന ഗിയറും ഈ ഡി എന്ന് പറയുന്ന ഗിയറും. എഫ് എന്ന് പറയുന്ന ഗിയറിനെ നമ്മൾ വലത്തോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന ഗിയറുമായിട്ട് മെഷാവും. ഇടത്തോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലച്ച് ഷാഫ്റ്റിലേക്ക് മെഷാവും. ഡി എന്ന് പറയുന്ന ഗിയറിന് നമ്മൾ വലത്തോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിയിലേക്ക് മെഷാവും. അതുപോലെ തന്നെ ഈ ഡി എന്ന് പറയുന്ന ഗിയറിന് നമുക്ക് എങ്ങോട്ടുകൂടെ മെഷ് ചെയ്യിക്കാൻ സാധിക്കും? ഈ ഐഡ്ലർ ഗിയറിലേക്കും കൂടെ മെഷ് ചെയ്യിക്കാൻ സാധിക്കും. ഇവിടെ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഷാഫ്റ്റ് നമ്മൾ ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയും, ഈ ഷാഫ്റ്റ് നമ്മൾ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയും. ഈ താഴെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലേ ഷാഫ്റ്റ് എന്നും പറയും. അപ്പോൾ ഈ ഒരു ആനിമേഷനിൽ കാണിച്ചിരിക്കുന്നത് ന്യൂട്രൽ പൊസിഷനാണ് എന്ന് പറയാൻ കാരണം ക്ലച്ച് ഷാഫ്റ്റ് വഴി വരുന്ന ഡ്രൈവ് യാതൊരു കാരണവശാലും മെയിൻ ഷാഫ്റ്റിലേക്ക് ഇവിടെ എത്തുന്നില്ല അല്ലേ? ഇവിടെ ക്ലച്ച് ഷാഫ്റ്റ് തിരിയുന്നു, ലേ ഷാഫ്റ്റും തിരിയുന്നു, അതിലെല്ലാ ഗിയറുകളും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ മെയിൻ ഷാഫ്റ്റിലെ ഗിയറുകളോ ഇവിടെ തിരിയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻപുട്ട് ഇവിടെ കിട്ടുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെ നമുക്ക് എന്ത് പറയാം? ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയാൻ സാധിക്കും.
അപ്പോൾ ഇതാണ് ന്യൂട്രൽ പൊസിഷൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ക്ലച്ച് ഷാഫ്റ്റിലേക്ക് വരുന്ന ഡ്രൈവ് യാതൊരു കാരണവശാലും മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ കാരണം ഈ ഗിയറുകളൊന്നും ലേ ഷാഫ്റ്റിലെ ഗിയറുമായിട്ട് മെഷ്ഡ് അല്ല. അപ്പോൾ ഈ ഗിയറിന് ഈ ഒരു പൊസിഷനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഗിയറുകൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഗിയറിൻ്റെ അവസ്ഥയാണ്. അതായത് ന്യൂട്രൽ ഗിയറിൽ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് എത്തിയപ്പോൾ മെയിൻ ഷാഫ്റ്റ് ഇതാ ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. നമ്മളെങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഗിയർ ലിവർ ഉപയോഗിച്ച്. ഡ്രൈവർക്ക് ഗിയർ ലിവർ ഉപയോഗിച്ച് ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്കും ഫിഫ്ത്തിലേക്കും എല്ലാം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ നിന്നും ഡ്രൈവർ ഫസ്റ്റ് ഗിയറിലേക്ക് ഒരു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഡി എന്ന് പറയുന്ന ഗിയറിനെ സി എന്ന് പറയുന്ന ഗിയറിലേക്ക് മെഷ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം ഡി എന്ന് പറയുന്ന ഗിയർ ഇവിടെയായിരുന്നു, അതിനെ വലത്തു ഭാഗത്തേക്ക് നീക്കിക്കൊണ്ട് സി എന്ന് പറയുന്ന ഗിയറിലേക്ക് മെഷ് ചെയ്യിച്ചു. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ മനസ്സിലാവും എയും ബിയും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് മെഷായി കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ലച്ച് വഴി വരുന്ന ഡ്രൈവ് ക്ലച്ച് ഷാഫ്റ്റിലൂടെ ഈ എ എന്ന് പറയുന്ന ഗിയറിലൂടെ ബി എന്ന് പറയുന്ന ഗിയറിലേക്ക് എത്തി. ബി എന്ന് പറയുന്ന ഗിയർ ലേ ഷാഫ്റ്റിൽ ഫിക്സഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ലേ ഷാഫ്റ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലേ ഷാഫ്റ്റിലെ എല്ലാ ഗിയറുകളും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ലേ ഷാഫ്റ്റിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗിയറിലേക്കാണ് ഡി എന്ന് പറയുന്ന ഗിയറിനെ നമ്മൾ സ്ലൈഡ് ചെയ്ച്ച് മെഷ് ചെയ്ച്ച്. സ്വാഭാവികമായും ഈ ഗിയർ എന്ത് ചെയ്യും? സി എന്ന് പറയുന്ന ഗിയർ ഡി എന്ന് പറയുന്ന ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഡി എന്ന് പറയുന്ന ഗിയർ കിടക്കുന്നത് എവിടെയാണ്? ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള സ്പ്ലൈൻസിലാണ്. അതായത് ഈ ഡി എന്ന ഗിയർ തിരിയുമ്പോൾ ഈ മെയിൻ ഷാഫ്റ്റ് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. ക്ലച്ച് ഷാഫ്റ്റ് തിരിയുന്നു, ലേ ഷാഫ്റ്റ് തിരിയുന്നു, അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റും തിരിയുന്നു. ആ തിരിയലുണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു ഡി എന്ന് പറയുന്ന ഗിയറിനെ സി എന്ന് പറയുന്ന ഗിയറിലേക്ക് സ്ലൈഡ് ചെയ്യിച്ച് മെഷ് ചെയ്യിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെയുള്ള റൊട്ടേഷൻ എങ്ങനെയാണ്? ഇവിടെയുള്ള റൊട്ടേഷൻ എ എന്ന് പറയുന്ന ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ബി എന്ന് പറയുന്ന ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്ലോക്ക് വൈസിലാണ്. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നതും ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്ന ഗിയറോ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ലച്ച് ഷാഫ്റ്റ് ഏത് റൊട്ടേഷനാണോ എടുക്കുന്നത് അതേ റൊട്ടേഷൻ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന റൊട്ടേഷൻ ഇതിലൂടെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇതിലൂടെ കയറി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് വലിയ ടോർക്ക് ലഭിക്കും. എങ്ങനെയാണ് നമുക്ക് വലിയ ടോർക്ക് ലഭിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, സി എന്ന് പറയുന്ന ഗിയർ വളരെ ചെറുതാണ്. ഡി എന്ന് പറയുന്ന ഗിയർ ഈ ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഗിയറായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ സി എന്ന് പറയുന്ന ചെറിയ ഗിയർ ഡി എന്ന് പറയുന്ന ഗിയറിനെ കറക്കാൻ ഒരുപാട് ടോർക്ക്, കറക്കുന്ന സമയത്ത് ഒരുപാട് ടോർക്ക് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ സി എന്ന് പറയുന്ന ഗിയർ 2 or 3 കറക്കം കറങ്ങുമ്പോൾ മാത്രമാണ് ഡി എന്ന് പറയുന്ന ഗിയർ ഒരു കറക്കം കറങ്ങുന്നത്. പക്ഷേ ആ ഒരു കറക്കം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ ആ ഒരു കറക്കം എന്ന് പറയുന്നത് വളരെ സ്പീഡ് കുറവുമായിരിക്കും. അതുകൊണ്ടാണ് ഗിയർ ബോക്സിനെ ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം മുന്നിലേക്ക് എടുക്കുന്ന സമയത്ത് അതിന് സ്പീഡ് വളരെ കുറവായിരിക്കും, എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പവർ അതിനുണ്ടായിരിക്കും മുന്നിലേക്ക് നീങ്ങാനുള്ള. ആ പവറിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു മെഷീൻ കൊണ്ടാണ്. അതായത് ചെറിയ ഗിയർ വലിയ ഗിയറിനെ കറക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. അതായത് ക്ലച്ച് ഷാഫ്റ്റ് വഴി മെയിൻ ഷാഫ്റ്റിലേക്ക് നേരെ ഡ്രൈവ് കൊടുക്കാതെ നമ്മൾ അതിനെ ലേ ഷാഫ്റ്റിലേക്ക് ഇറക്കി ലേ ഷാഫ്റ്റിലെ ചെറിയ ഗിയറിൽ നിന്നും വലിയ ഗിയറിനെ കറക്കി ഈ മെയിൻ ഷാഫ്റ്റിനെ കറക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടോർക്കും ചെറിയ സ്പീഡും നമുക്ക് ലഭിക്കുന്നു. ഫസ്റ്റ് ഗിയറിൽ എത്ര വലിയ ലോഡും, അതായത് റോഡിൻ്റെ കണ്ടീഷൻ എത്ര വലിയ മോശമായ കണ്ടീഷനിലാണെങ്കിലും വാഹനത്തിൽ ലോഡ് ഒരുപാട് കൂടുതലുണ്ടെങ്കിലും വാഹനത്തിനെ വളരെ സുഗമമായിട്ട് നമുക്ക് വളരെ പതുക്കെ മൂവ് ചെയ്തെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കും? ഈ വലിയ ടോർക്ക് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗിയറിൽ സംഭവിക്കുന്നത്. സോ ന്യൂട്രൽ ഗിയറിൻ്റെയും ഫസ്റ്റ് ഗിയറിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് ഗിയറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ സെക്കൻഡ് ഗിയറിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ ആനിമേഷനിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എന്താണ് ഈ
ഒരു സിസ്റ്റത്തിനകത്ത് മാറ്റം വന്നിരിക്കുന്നത്? നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം ഏത് രീതിയിലാണോ ഈ ഒരു ആനിമേഷൻ കണ്ടത് ആ അവസ്ഥയിലേക്ക്. അതിനുശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഡി എന്ന് പറയുന്ന ഗിയറിനെ സിയിൽ നിന്നും ഡിസെൻഗേജ് ചെയ്യിച്ചു. അതിനുശേഷം എഫ് എന്ന് പറയുന്ന ഗിയറിനെ നമ്മൾ എന്ത് ചെയ്തു? ഇ എന്ന് പറയുന്ന ഗിയറിലേക്ക് എൻഗേജ് ചെയ്യിച്ചു. ഇപ്പോൾ ഇതിലൂടെയുള്ള പവർ ട്രാൻസ്മിഷൻ ഏത് രീതിയിലായിരിക്കും? ക്ലച്ച് ഷാഫ്റ്റിലൂടെ വരുന്ന കറക്കം ക്ലച്ച് ഗിയറിലേക്ക് കയറുകയും അതുവഴി കൗണ്ടർ ഷാഫ്റ്റിലെത്തുകയും ചെയ്യുന്നു. കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയറുകളെല്ലാം കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇ എന്ന് പറയുന്ന ഗിയറിലൂടെ എഫ് എന്ന് പറയുന്ന മെയിൻ ഷാഫ്റ്റിൽ കിടക്കുന്ന ഗിയർ ഇ എന്ന് പറയുന്ന ഗിയറിലേക്ക് മെഷ്ഡ് ആയതുകൊണ്ടും എന്ത് സംഭവിക്കുന്നു? ഇയിലൂടെ വരുന്ന ഡ്രൈവ് എഫ് എന്ന് പറയുന്ന ഗിയറിലൂടെ മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തുകയും അത് ഔട്ട്പുട്ടായി പുറത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് എന്താണ് സെക്കൻഡ് ഗിയറിൽ സംഭവിച്ചത്? ഫസ്റ്റ് ഗിയറിൽ വളരെ ചെറിയ ഗിയർ ആയിരുന്നു ഈ വലിയ ഗിയറിനെ കറക്കിയത്. ഇവിടെ കുറച്ച് വലിയ ഗിയറാണ് ഈ ഒരു ചെറിയ ഗിയറിനെ കറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ നിന്നും ഇങ്ങോട്ടെത്തുമ്പോൾ ചെറിയ മാറ്റമല്ല, ഒരു മാറ്റം സംഭവിക്കുന്നു. എന്താണ് മാറ്റം? ടോർക്കിലും സ്പീഡിലും മാറ്റം വരുന്നു. അതായത് ഫസ്റ്റ് ഗിയറിൽ വലിയ ടോർക്കും ചെറിയ സ്പീഡുമായിരുന്നു. സെക്കൻഡ് ഗിയർ എത്തിയപ്പോൾ അത് ചെറിയ ടോർക്കും വലിയ സ്പീഡുമായി മാറി. എന്തിനെ അപേക്ഷിച്ച്? ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച്. അതായത് ഇവിടെ കുറച്ച് വലിയ ഗിയറാണ് ഈ എഫ് എന്ന് പറയുന്ന ചെറിയ ഗിയറിനെ കറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗിയർ ഒരു കറക്കം കറങ്ങുന്ന സമയത്ത് ഇത് അതിൽ കൂടുതൽ കറക്കം കറങ്ങാനുള്ള അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന കറക്കത്തിൻ്റെ വളരെ സ്പീഡിലായിരിക്കും ഇവിടെ കറങ്ങുന്നത്. പക്ഷേ ഇതിലൂടെയുള്ള ടോർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് കുറവും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ഗിയറിൻ്റെ ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിലെ പവർ ട്രാൻസ്മിഷനും നടക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് തേർഡ് ഗിയറിൻ്റെ അവസ്ഥയാണ്. തേർഡ് ഗിയറിൻ്റെ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ആനിമേഷനിലൂടെ നമുക്ക് വളരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ന്യൂട്രൽ ഗിയറും ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും അപേക്ഷിച്ച് ഇവിടെ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഈ ക്ലച്ച് ഷാഫ്റ്റിലേക്ക് ഈ മെയിൻ ഷാഫ്റ്റിനെ എന്ത് ചെയ്തിരിക്കുന്നു? എൻഗേജ് ചെയ്യിച്ചിരിക്കുന്നു. നമ്മൾ ന്യൂട്രൽ ഗിയറും ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും എല്ലാം നോക്കിയ സമയത്ത് എന്തായിരുന്നു? ഈ ക്ലച്ച് ഷാഫ്റ്റും അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റും തമ്മിൽ എന്തില്ലായിരുന്നു? ഡയറക്റ്റ് കണക്ഷൻ ഇല്ലായിരുന്നു. അവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ തേർഡ് ഗിയർ വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇത് നേരിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്ലച്ച് ഷാഫ്റ്റിലേക്ക് വരുന്ന കറക്കം നേരിട്ട് മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തുകയും അതുവഴി പുറത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങുന്നത് കാണാം, അതുപോലെ തന്നെ ലേ ഷാഫ്റ്റും കറങ്ങുന്നത് കാണാം. ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സും മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും എല്ലാം ഒരുമിച്ച് കറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ തേർഡ് ഗിയറിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിലെ ഏറ്റവും വലിയ ഗിയറിൽ. ഇപ്പോൾ നമ്മളിവിടെ 3 ഗിയറുകൾ ഉള്ള ഒരു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഗിയറിൽ ഇത് ഡയറക്റ്റ് കണക്റ്റ് ആക്കിയത്. ഇനി 5 ഗിയറുകളുള്ള ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ 5ാമത്തെ ഗിയറിലായിരിക്കും ഇത് ഡയറക്റ്റായിട്ട് കണക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഗിയർ ടോപ്പ് ഗിയർ എന്ന് പറയുന്നത് 3ാമത്തെ ഗിയറാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡയറക്റ്റ് കണക്ഷൻ 3ാമത്തെ ഗിയറിൽ കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാ ഗിയറുകളും കറങ്ങുന്നത് എന്നുള്ളതിൻ്റെ കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് ക്ലച്ച് ഷാഫ്റ്റ് തിരിയുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഗിയർ തിരിയുന്നു, അതുകൊണ്ട് തന്നെ ബി തിരിയുന്നു, ബിയിലേക്ക് കണക്റ്റഡ് ആണ് ഈ ഷാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഷാഫ്റ്റും തിരിയുന്നു, ഈ ഷാഫ്റ്റിലെ എല്ലാ ഗിയറുകളും തിരിയുന്നു. എന്നാൽ ഈ ഷാഫ്റ്റ് വഴി യാതൊരു തരത്തിലും പവർ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ആവുന്നില്ല? മെയിൻ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്നില്ല. അത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. കാരണം എന്താ? ഈ ഗിയറുമായിട്ട് ഒരു ഗിയറിനും എന്ത് വരുന്നില്ല? മെഷിങ് വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഗിയറുമായിട്ടും ഒരു ഗിയറിനും മെഷിങ് വരുന്നില്ല. മെയിൻ ഷാഫ്റ്റിലെ ഒരു ഗിയറുമായിട്ടും ലേ ഷാഫ്റ്റിലെ ഗിയറുകൾ മെഷ് ചെയ്ത് കിടക്കുന്നില്ല. ഇവിടെ ക്ലച്ച് ഗിയറുമായി മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ? ലേ ഷാഫ്റ്റിലെ ഗിയർ കണക്റ്റഡായി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഡ്രൈവ് യാതൊരു കാരണവശാലും മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തില്ല. ഏതിലൂടെയാണ് മെയിൻ ഷാഫ്റ്റിലേക്ക് ഡ്രൈവ് എത്തുന്നത്? ഈ ഡയറക്റ്റ് കണക്ഷനിലൂടെ മാത്രമാണ്. ഈ ഡയറക്റ്റ് കണക്ഷനിലൂടെ എത്തുന്നത് കൊണ്ട് ഈ ഷാഫ്റ്റ് തിരിയുന്നു, ഈ ഷാഫ്റ്റിലെ 2 ഗിയറുകളും കടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയർ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ. അപ്പോൾ ഈ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ 3 ഗിയറുകളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സ് ഗിയറിൻ്റെ കാര്യമാണ്. റിവേഴ്സ് ഗിയറിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഗിയറിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിവേഴ്സ് ഗിയറിൻ്റെ
അവസ്ഥയാണ് നമുക്ക് ഈ ആനിമേഷനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗിയർ ബോക്സ് നമുക്ക് പ്രദാനം ചെയ്യുന്ന വളരെ പ്രയോജനമായിട്ടുള്ള ഒരു കാര്യമാണ് റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത്. അതായത് വാഹനം പുറകിലേക്ക് നീക്കിയെടുക്കുന്നതിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും എല്ലാം ക്ലച്ച് ഷാഫ്റ്റ് എങ്ങനെയാണോ കറങ്ങുന്നത് അതിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഗിയർ ബോക്സിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ കറക്കവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിയർ ആക്സിൽസിൻ്റെ എല്ലാം കറക്കം. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, റിവേഴ്സ് ഗിയറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഗിയർ ബോക്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഷാഫ്റ്റിൻ്റെ കറക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും എന്തായിരിക്കണം, നേരെ ഓപ്പോസിറ്റ് റൊട്ടേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ റിവേഴ്സ് ഗിയറിൽ വരുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ക്ലച്ച് ഷാഫ്റ്റിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ റിവേഴ്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ റിവേഴ്സ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ഷാഫ്റ്റിന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഏത് മോഷനാണോ ഉണ്ടായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോഷൻ റിവേഴ്സ് ഗിയറിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ തേർഡ് ഗിയറിനെ അപേക്ഷിച്ച് റിവേഴ്സ് ഗിയറിലെത്തിയപ്പോൾ ക്ലച്ച് ഷാഫ്റ്റിൽ നിന്നും മെയിൻ ഷാഫ്റ്റ് ഡിസ്കണക്റ്റ് ആയി അല്ലേ. അതിന് വളരെ വലിയ രീതിയിലൊരു ഗ്യാപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നു. അത് ഡിസ്കണക്റ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ രീതിയിൽ അവിടെ ഒരു ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്, ഗിയർ ഡി എന്ന് പറയുന്നത് ഐഡിൽ ഗിയറുമായിട്ട് കണക്റ്റഡായി. അപ്പോൾ എന്താ സംഭവിച്ചത്, ക്ലച്ച് ഷാഫ്റ്റ് വഴി വരുന്ന കറക്കം ഈ ക്ലച്ച് ഗിയറിലേക്ക്, അതായത് എ എന്ന് പറയുന്ന ഗിയറിലേക്ക് എത്തുകയും അതുവഴി ബിയിലേക്ക് എത്തി ലേ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു. ലേ ഷാഫ്റ്റിലുള്ള ഒരു ഗിയറാണ് ഈ ജി എന്ന് പറയുന്ന ഗിയർ. സ്വാഭാവികമായിട്ട് ആ ജി എന്ന് പറയുന്ന ഗിയർ കറങ്ങുന്നുണ്ട്. അതിലേക്ക് മെഷ്ഡായിട്ട് കിടക്കുന്നതാണ് ഐഡിലർ ഗിയർ. അതുകൊണ്ട് ഐഡിലർ ഗിയറും കറങ്ങുന്നു. ഈ ഐഡിലർ ഗിയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഡിയെ നമ്മൾ കണക്ട് ചെയ്തത്. സോ ഡിയും തിരിയുന്നു. ഡിയുടെ കറക്കം എന്തിന് കാരണമാവും, മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് കാരണമാവും. അതുവഴി റൊട്ടേഷൻ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് പോവുകയും തുടർന്ന് റിയൽ വീലുകളിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള റൊട്ടേഷൻ എങ്ങനെയാണ്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലേ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഏത് റൊട്ടേഷൻ ആയിരിക്കും, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും. സോ ജി എന്ന് പറയുന്നതും ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഐഡിലർ ഗിയർ ഏത് റൊട്ടേഷനാണ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതുപോലെ ഡി എന്ന് പറയുന്ന ഗിയറോ അത് ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. സോ ഈ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയുന്നതും ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. അതായത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ മെയിൻ ഷാഫ്റ്റിന് എന്തായി, ക്ലോക്ക് വൈസ് ഡയറക്ഷനായി. സോ സ്വാഭാവികമായിട്ടും വാഹനം പുറകിലേക്ക് നീങ്ങും. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഏത് ഗിയർ ഉപയോഗിച്ചാണോ നമ്മൾ ഫസ്റ്റ് ഗിയർ എടുത്തത്, അതായത് മെയിൻ ഷാഫ്റ്റിലെ ഡി എന്ന് പറയുന്ന ഗിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ എടുത്തത്, അതേ ഗിയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ റിവേഴ്സും എടുക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഗിയറാണ് ഇവിടെ വലിയ ഗിയറിനെ കറക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഗിയർ വലിയ ഗിയറിനെ കറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വലിയ രീതിയിലുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ആവും. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് റിവേഴ്സ് ഗിയർ നമ്മൾ ഇട്ടതിന് ശേഷം വാഹനം മൂവ് ചെയ്യിക്കുമ്പോൾ വളരെ പതുക്കെ എന്നാൽ വളരെ വലിയ ടോർക്കിൽ വാഹനം പുറകിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം. അതായത് ഇവിടെ ചെറിയ ഗിയറാണ് വലിയ ഗിയറിനെ കറക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സ് ഗിയർ നമ്മൾ ഒരു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു ഡയഗ്രാം വെച്ച് നമ്മൾ ഈ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആനിമേഷൻ വീഡിയോ വെച്ച് നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആനിമേഷൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിനെയും സിങ്ക്രോ മെഷ് ഗിയർ ബോക്സിനെ കുറിച്ചും നമ്മൾ ക്ലാസ് എടുക്കും. അപ്പോൾ ആ സമയത്തും മാക്സിമം ആനിമേഷൻ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.